ഹായ് എവ്രി വൺ. ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്സ് ഓഫ് സ്പീച്ചിലെ 8ാമത്തെ ഇൻ്റർജെക്ഷൻ ആണ് പറയുന്നത്. ഇൻ്റർജെക്ഷൻസ് ആർ വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഷോ സ്ട്രോങ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ്. ദ ഹെൽപ് ടു എക്സ്പ്രസ് സഡൻ ഫീലിംഗ്സ് ഓഫ് ജോയ്, ഹാപ്പിനെസ്, സോറോ, സർപ്രൈസ്, സാഡ്നെസ്, ആങ്കർ എക്സെട്ര. സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഇൻ്റർജെക്ഷൻസ്. നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന സന്തോഷം, സങ്കടം, ആശ്ചര്യം, ദേഷ്യം ഇവയൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേർഡ്സ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സംസാരത്തിലൂടെ നമുക്ക് ഇത്തരം വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊക്കെ എക്സ്പ്രസ് ചെയ്യാം, പ്രകടിപ്പിക്കാം. പക്ഷേ ഈ വാക്കുകൾക്ക് പ്രത്യേക അർത്ഥമൊന്നും ഉണ്ടാവില്ല. എക്സാമ്പിൾ നോക്കാം. ഹുറേ, വി വോൺ ദ ഫൈനൽ മാച്ച്. ഫൈനൽ മാച്ചിൽ ഞങ്ങൾ വിജയിച്ചു. ഹുറേ എന്ന വേർഡാണ് ഇവിടെ ഇൻ്റർജെക്ഷൻ. പ്രത്യേക അർത്ഥമൊന്നുമില്ല, പക്ഷേ ഈ വിജയിച്ച സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹുറേ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എന്തൊരു ഭംഗിയുള്ള സൈറ്റാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം, ആശ്ചര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വാവ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻ്റർജെക്ഷനാണ്, പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഓ, ദിസ് ലുക്സ് ബാഡ്. ഇവിടെ അയ്യോ മോശമായല്ലോ എന്നുള്ള ഒരർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അലാസ്, ഷീ ഈസ് ഡെഡ്. കഷ്ടം, അവൾ മരിച്ചു പോയി. അപ്പോൾ ഈ കഷ്ടം എന്ന ഈ മരിച്ചു പോയതിൻ്റെ സങ്കടം, വിഷമം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ അലാസ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർജെക്ഷൻസിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല, പക്ഷേ അതോരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആശ്ചര്യം, സങ്കടം, സന്തോഷം, ഇങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വേർഡ്സ് ഉപയോഗിക്കുന്നത്. ഇൻ്റർജെക്ഷനായി ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് നോക്കാം. ഹുറേ, ബ്രാവോ, ഹായ്, ഹലോ, ഹേയ്, അലാസ്, യേ, ആ, യേ, വാവ്, ഊപ്സ്, ഈവ്, യിപ്പി, ഔ. പാർട്സ് ഓഫ് സ്പീച്ചിലെ 8ാമത്തെ ഇൻ്റർജെക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതോടുകൂടി നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലെ 8 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോന്നും നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശ ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡെയിലി യൂസിങ് സെൻറ്റൻസുമായിട്ട് വരാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.